ഉടക്ക് പറഞ്ഞ് അത് അങ്ങനെ ഇത് ഉടക്കല്ല, എങ്ങനെ കാണാൻ പറ്റുന്ന ഉടക്ക് പറയും? കഴിഞ്ഞാടോ, അത് കഴിഞ്ഞു. കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റില്ല. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനെയെങ്കിൽ അംബാനി കോന്തന. അപ്പൊ 13 വർഷം ജയശ്രീ മാത്രം പാർട്ണർ ആയിരുന്നിട്ടുള്ള കോന്തനാണോ? അംബാനി കോന്തന 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗികബന്ധം മൈത്രേൻ കോന്തനാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമോ? തനിക്കുള്ള അറിവുകളെല്ലാം അതിനകത്തോട്ട് പറ. ഓൾറെഡി ഞാൻ മൈത്രനോട് ചോദിച്ച എന്നോട് ചോദിക്കണ്ട, എന്നോട് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് എണ്ണിട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇയാള് പറയണം, ഇയാളുടെ അറിവുകളെല്ലാം പറ. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റില് MDMA കഞ്ചാവാണെന്നുണ്ടെങ്കിൽ പോലും അത്രത്തില് നിരോധിക്കാതെ ഇവിടെ ലീഗിൽ കൊടുക്കണം ആർക്ക് കൊടുക്കണമെന്ന് അടിയാൻ വെച്ച് തരും. ആര് പറഞ്ഞ് കൊടുക്കണമെന്ന്? താൻ ഇനി എത്ര കോടി പണം ഉണ്ടാക്കിയാലും തനിക്ക് ഉപയോഗിക്കുന്നതിനൊരു അതിലുണ്ട്. ഞാൻ ഇത് പണം ഇത്ര കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും അറിയണം, വേറെ ഒന്നിനും അല്ല, വേറെ ഒന്നിനും അല്ല. 13 വർഷം മൈത്രേന് സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സമ്പാദിക്കുന്നില്ല, ഇല്ല. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ 13 വർഷത്തിനുള്ളിൽ ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെടുക. ചുറ്റുപാടുള്ള മുഴുവൻ ആൾക്കാർ എന്റെ ജീവിതത്തിലേക്ക് കടന്നവരുടെ മുഴുവൻ ജീവിതത്തിലേക്കും ഞാൻ ഉണ്ടാക്കിയ ഓരോ രൂപയും ചെലവഴിക്കും. വീണ്ടും അയാളെ എന്റെ അടുത്താ വിളിച്ചത്. ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കണം. തനിക്ക് അജണ്ടയുണ്ട്. തനിക്ക് വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല. ഞാൻ സംസാരിക്കുന്നത് തനിക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. താൻ വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല, താൻ ആഷ്മിയാണ്, അത്രേ ഉള്ളൂ. അതായത് അതുകൊണ്ട് കേട്ടു, ഞാൻ ചോദ്യം പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അനുവദിക്കത്തില്ല, തനിക്ക് അജണ്ട ഉണ്ടോ? അതായത് അനുവദിക്കത്തില്ല. ഞാൻ താൻ എന്നെ പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാ തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല. തനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല. വെറുതെ അവിടെ മിണ്ടാണ്ടിരിക്കുക, പറയുന്ന കേട്ടിട്ടാണ് അറിവ് വരുന്നത് അല്ലെ? കുത്തയിടൂ, എന്നെ പിടിക്കാതെ ഇയാൾ നോക്കുന്നതുകൊണ്ടാണ് കുത്തുന്നത്. ഉത്തരം പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ഉത്തരം പറയുന്നില്ല, മനസ്സില്ല. കഴിഞ്ഞോ? നേരത്തെ പറഞ്ഞ പദപ്രയോഗം ആയതുകൊണ്ട് ഞാൻ ഭക്ഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അടുത്തൊരാളിലോട്ട് ബന്ധം തുടർന്ന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത്. അങ്ങനെ തന്നെയാണ്. എന്തത്ര സംശയം? അല്ല, അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ? അത് പറഞ്ഞിട്ട് വേണമല്ലോ ഇയാൾക്ക് സാധനം മേളി വെക്കാൻ. പോടോ, മകൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഞാൻ പറഞ്ഞില്ലേ തന്റെ ഈ ഇതുപോലെ ഇതാണ് അജണ്ട എന്ന് പറയുന്നത്. ഈ അജണ്ടയും മറ്റേതും ഒക്കെ ഒരുപോലല്ല. ഉടക്ക് പറഞ്ഞ് അത് അങ്ങനെ എങ്ങനെ കാണാൻ പറ്റുന്ന ഉടക്ക് പറയും? കഴിഞ്ഞാടോ, അത് കഴിഞ്ഞു. ഇനി ഒരു പ്രശ്നവും ഇല്ല. വേറെ ആളെ വിളിച്ചിരുന്നു, വേറെ ആളെ വിളിച്ചിരുന്നു. നമസ്കാരം. ജിഞ്ചർ മീഡിയയുടെ സംസാരത്തിന്റെ സംവാദത്തിന്റെ വേദിയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരുപക്ഷെ ചർച്ചകൾ സജീവമാവുന്ന കാലത്ത് ശ്രദ്ധേയ സാന്നിധ്യം, അഭിപ്രായങ്ങൾ വേറിട്ട ശബ്ദം, ശ്രീ മൈത്രേ. നമസ്കാരം. നമസ്കാരം. ഈ അഭിപ്രായങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ എത്രത്തോളം പേര് ഇതിനെ യോജിക്കുകയോ അല്ലെങ്കിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയോ എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം നേരത്തെ പറയുമ്പോൾ കുറച്ച് പേര്, അധികം പേര് ഒരു അഭിപ്രായത്തെ പറയുമ്പോൾ അതിനോട് കൂടെ നിൽക്കാനാണ് കൂടുതലും പേര് ഈ പ്രവണത വരാറുള്ളത്. സോഷ്യൽ മീഡിയ കമന്റ് ബോക്സിലാണെങ്കിലും അല്ലാതെ ആണെങ്കിൽ പോലും. മൈത്രേൻ സംസാരിച്ചു തുടങ്ങുന്ന ഒരു സമയത്ത് ഇതിനെ ഭയങ്കരമായിട്ടൊരു വിസിബിലിറ്റി, കൃത്യമായിട്ട് മുൻവിധി ഉണ്ട് മൈത്രേൻ. ഇത് വെള്ളം തൊടാതെ വിഴുങ്ങാനൊന്നും പോകുന്നില്ല കേൾക്കുന്നവരെന്നുള്ളത് നല്ല ബോധ്യമുണ്ട്. ഈ പറയുന്ന സമയത്ത് എടുക്കാനുള്ള അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ പൂക്കുന്നിടമാക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്താ ശരിക്കും? ഒന്നുമില്ല, ഞാൻ എൻ്റെ കൺവിക്ഷൻസാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റോഡിൽ ഇറങ്ങി പണി തുടങ്ങിയിട്ട് പലതരത്തിൽ ചെയ്യാൻ തുടങ്ങി 50 വർഷമായി. അപ്പോൾ അത്രത്തോളം കേരളത്തിലെ ജനതയും ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എനിക്ക് അറിയാവുന്ന, ഞാൻ എന്തായാലും പോകാത്തൊരു ജില്ലയില്ല, പിന്നെ എനിക്ക് പോകാത്ത ഗ്രാമങ്ങളുണ്ട്. അതല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുവിധമുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ എത്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആളുകളെ അറിയാം, ജനതയെ അറിയാം, അവരെല്ലാം എന്താണെന്ന് അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു അറിവുണ്ട്, മനുഷ്യരെ നേരിട്ട് അറിയുന്ന അറിവുകൾ. പിന്നെ ഞാനൊരു 4 ദിവസം കൂടുമ്പോൾ പുതിയ ആരെങ്കിലും വീട്ടിലല്ലേ താമസിക്കുന്നത്. അത്രത്തോളം മനുഷ്യരെ നേരിട്ട് അറിയുന്ന ഒരാളാണ്. ഒരു 40 വർഷമായിട്ട് അങ്ങനെ അറിയുന്നവർ. അപ്പോൾ അതൊക്കെ അത് ആളുകൾ അതൊന്നും കാണത്തില്ല. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളെ നേരിട്ട്, ചിലപ്പോൾ ആളുകൾ പറയും എനിക്ക് കുടുംബങ്ങളെ പറ്റി എന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഇത്രയും അധികം കുടുംബത്തിൽ താമസിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും? ഒരാൾ കാണത്തില്ല. പക്ഷെ അത് അങ്ങനെ കാണുന്നുണ്ടാകത്തില്ല ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുമായിട്ട് ഒരു വീട്ടിനകത്ത് പോകുക എന്ന് പറഞ്ഞാൽ ഒരു 3-4 പേരെങ്കിലും ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. കുടുംബം നടത്തുന്നവർ തൊട്ട് അതിനകത്തുള്ള കുട്ടികൾ വരെയുള്ളവരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അറിവും കൂടെ ഉണ്ട്. ഇത്തരത്തിലുള്ള ബോധങ്ങൾ ഈ ചെയ്തിരുന്ന സാധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതത്തിനെ പറ്റിയുള്ള എൻ്റെ ധാരണയും ഞാൻ തന്നെ ജീവിച്ച് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ വായിച്ചിട്ടും പഠിച്ചിട്ടും ഏറ്റവും വലുത് ഇൻട്രാക്ഷനാണ്. നാട്ടിലുള്ള മനുഷ്യരുടെ നല്ല ഇൻട്രാക്ഷനാണ്. അപ്പോൾ അതാണ് എൻ്റെ
ഏറ്റവും എൻ്റെ ഒരു സ്വത്ത്. ഈ മനുഷ്യരുമായിട്ടുള്ള ബന്ധമാണ് എൻ്റെ ഏറ്റവും വലിയ ഇടപെടലുകളാണ് സംഭവിക്കുന്നത്. ഈ ശരിക്കും നമ്മൾ ഈ കൊച്ചിലെ നമ്മൾ സ്കൂൾ വെക്കേഷൻ ആവാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യും. ഈ വെയിറ്റ് ചെയ്യുന്ന വെച്ചാൽ സ്കൂൾ വെക്കേഷൻ ആവാൻ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അമ്മ വീട്ടിൽ പോയി നിൽക്കാനോ അല്ലെങ്കിൽ ബന്ധു വീട്ടിൽ പോയി നിൽക്കുന്നതായിരിക്കും. ഇത് കാലക്രമേണ ഈ ഒരു സമയത്തോട്ട് വരുമ്പോൾ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരം റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഈ കാലാവധി കുറഞ്ഞു തുടങ്ങി, വന്നു പോക്ക് വളരെ കുറവായി തുടങ്ങി എന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് മൈത്രേയൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത്രത്തോളം പരിചിതമല്ലാത്ത അല്ലെങ്കിൽ ഈ പറഞ്ഞ രക്തബന്ധമോ മറ്റു ബന്ധങ്ങളോ ഇല്ലാത്തൊരു വീട്ടിൽ 1-2 മാസം വരെ നിൽക്കുന്നു. ഇത്ര പോലും ഒരു ബന്ധുവീട്ടിൽ പോലും പോകുന്നൊരു സമയത്തിനെ ഭയങ്കരമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയിലേക്ക് വരുന്നത് പ്രായോഗികമായിട്ട് നടപ്പിലാവുന്ന ഒരു കാര്യമാണോ എല്ലാവർക്കും? എല്ലാവരുടെ കാര്യം എല്ലാവരും എന്തിനാണ് എല്ലാവരും വക്കീലന്മാരാകും? ശരിക്കും അതല്ല, ഞാൻ വെറുതെ നോക്കി അയാളുടെ ആ ചോദ്യത്തിനകത്തെ ഉള്ള ഒരു ഇത് പറഞ്ഞാൽ എല്ലാവരും എല്ലാം ആകുന്നില്ല. എല്ലാവരും വക്കീലാകത്തില്ല, എല്ലാവരും കണ്ടക്ടർ ആകത്തില്ല, എല്ലാവരും ഓട്ടോറിക്ഷക്കാരനാകത്തില്ല എന്ന് മനസ്സിലാക്കുന്നവരെ മനസ്സിലാക്കി. ഈ ജോലിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം കൂടിയല്ല ഇപ്പം എല്ലാവരും വക്കീലന്മാരാവുന്നില്ലോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് മൈത്രൻ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് ഞാൻ ഒരു 20 വർഷം മുമ്പ് കുടുംബം പിരിച്ചുവിട്ട ഒരാളാണ്. അപ്പോൾ ഈ കുടുംബങ്ങൾ എന്നുള്ളൊരു ചങ്ങല അല്ലെങ്കിൽ ഒരു ബന്ധനം എന്നുള്ള രീതിയിലേക്ക് ഇല്ലാതാക്കണം എന്നുള്ളത് പൊതുവെ സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പറയുന്നത് ഇത്തരം കുടുംബങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടേതായിട്ടുള്ളൊരു 4 ചുവർക്കെട്ടോ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇല്ലെങ്കിൽ ഇതുപോലെ സ്വന്തമായിട്ടൊരു വീട്ടിൽ മറ്റുള്ളവരുടെ വീട്ടിൽ നിൽക്കുക എന്നുള്ളത് അത് പ്രായോഗികമായിട്ട് നടപ്പിലാവും എന്നായിരുന്നു എൻ്റെ ചോദ്യം. കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ആ ചോദ്യം തന്നെ അങ്ങനെ ഉണ്ടാകുന്നത്. ഞാൻ ജയശ്രീയും തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ആ കുടുംബം പിരിച്ചു വിട്ടത് എന്ന് വിചാരിച്ച് ജയശ്രീയെ ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ മനസ്സിലാക്കി. ആൾക്കാർക്ക് അങ്ങനെ മനസ്സിലാവുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. കുടുംബത്തിൻ്റെ ഒരു ഫങ്ഷനുണ്ട്, അത് തീർന്നു എന്നുള്ളതാണ് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോൾ ആൾക്കാരത് ഗ്രഹിക്കുന്നില്ല എന്നുള്ളത്. കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞ് ആൾക്കാരെ എല്ലാവരോടും പ്രചരിപ്പിക്കുന്ന സമയത്ത് ഞാൻ ജയശ്രീയുടെ കൂടെ താമസിക്കുന്നത്, ജയശ്രീയുടെ ഒന്നിച്ചാണ് ജീവിക്കുന്നത്, നടക്കുന്നത്, ഞാൻ എല്ലായിടും പോകുന്നത്. പക്ഷെ ആൾക്കാർ അത് എടുക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ ഈ പിരിച്ചു വിട്ടവരും 2 പേരും കൂടെ എങ്ങനെയാണ് ഈ ഒന്നിച്ച് നടക്കുന്നതെന്നൊക്കെ പറയണ്ടേ, അത് അവർ ചോദിക്കുന്നില്ല. ആ പിരിച്ചുവിടലിൽ ശരിക്കും ഇല്ലാതാവുന്ന എന്താ? ഒരു റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം ഇല്ലാതാവലെയാണോ പിരിച്ചുവിടൽ എന്ന് ഉദ്ദേശിക്കുന്നത്? 2 പേര് ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തികളുണ്ട്, അത് തീർന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവര് കുട്ടികളെ വളർത്തി തീരത്തില്ല. നമ്മൾ ഈ കാണുന്ന കുടുംബങ്ങളിൽ മുഴുവൻ ഉണ്ടാകുന്ന പ്രശ്നം കുട്ടികളെ അവർ വളർത്തി തീരുന്നില്ല എന്നുള്ളതാണ്. ഗോത്രത്തിനകത്ത് വളർത്തി തീരും, കൃഷി കുടുംബത്തിനകത്ത് വളർത്തി തീരുന്നതിന് പകരം വളർത്തി തീർന്നിട്ട് അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കും. അങ്ങനെയാണ് അമ്മയും അച്ഛനെയും നോക്കുന്നവരാക്കി കുട്ടികളെ മാറ്റാൻ നോക്കുന്നത്. മറ്റങ്ങനെയല്ല, ഒരു കോഴി പോലും ചെയ്യും, കൊത്തി മാറ്റും. ആ കൊത്തി മാറ്റുന്ന കാര്യം നമ്മൾ ചെയ്യത്തില്ല. വളർന്ന കുഞ്ഞുങ്ങളെ എല്ലാ ജീവികളും അവരുടെ അടുത്തു നിന്നും മാറ്റും. മനുഷ്യർ അവരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചവരും കൂടെ. വയസ്സായ ആൾക്കാരെ നോക്കിക്കുക എന്ന് പറയുന്നത് കൃഷി കുടുംബത്തിൽ മാത്രമേ പറ്റുള്ളൂ, അതിന് മുമ്പ് പറ്റത്തില്ല. മനുഷ്യരെന്ന് പറയുന്ന ജീവി ഒരു 3 ലക്ഷം വർഷമായിട്ട് ഈ അമ്മയും അച്ഛനെ നോക്കുന്ന മക്കളുമായിട്ട് കഴിഞ്ഞിട്ടില്ല, സംഘമായിട്ടാണ് കഴിയുന്നത്. പ്രായമായവർ അന്നൊക്കെ നമ്മൾ ഈ വീടൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കൃഷി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതുവരെ നമ്മൾ മരച്ചോട്ടിലും ഒക്കെ ആയിട്ട് കഴിയത്തേ ഉള്ളൂ. അപ്പോൾ ഒരു മൃഗം വന്നാൽ ഓടി കയറാൻ പറ്റാത്തവരെല്ലാം ചത്തുപോത്തേ ഉള്ളൂ. പ്രായമായവരുണ്ടാകത്തില്ലെന്ന് നമ്മളങ്ങനെ മനസ്സിലാക്കണം. ഞാൻ അത്രയും നീളത്തിലൊക്കെ പറയുന്നില്ല ഇവിടെ. എങ്കിലും അത്തരത്തിലൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലാതെ ഇപ്പം നമ്മൾ ഈ കാണുന്ന കുടുംബം എന്ന് പറയുന്നത് മനുഷ്യർ കണ്ടുപിടിച്ച് അതൊരു റീസെൻ്റായിട്ട് ഈ കൃഷിയോട് ബന്ധപ്പെട്ട് രൂപപ്പെട്ടതാണ്. അപ്പോൾ ഈ മക്കള് അമ്മയും അച്ഛനെയും പ്രായമായ നോക്കാൻ പറ്റുന്നതാണെന്ന് കണ്ടുപിടിച്ചതാണ്. കണ്ടുപിടിച്ചിട്ട് അവരെ വീട്ടിൽ നിന്ന് പോകാതെ നോക്കുക. കൃഷി എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിൽ തന്നെ ആയിരിക്കും എല്ലാവരും കൃഷി ചെയ്യുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും മക്കളും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. പക്ഷെ ഇതിനിടയ്ക്കാണ് ഈ വ്യവസായം വന്നത്. വ്യവസായം വന്നപ്പോൾ എന്ത് പറ്റി? സ്കൂളൊക്കെ വന്നതിൻ്റെ കൂടെ വ്യവസായത്തിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, അതിന് വേറെ ട്രെയിനിങ് കൊടുത്തേ പറ്റും. അങ്ങനെയാണ് സ്കൂളൊക്കെ വരുന്നത്. സ്കൂൾ വരുമ്പോൾ പഠിച്ചവർക്ക് ഒരിക്കലും തിരിച്ച് വീട്ടിൽ വരാൻ പറ്റത്തില്ല. പക്ഷെ അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങളാണ് ഈ കാണുന്ന കുടുംബം മുഴുവൻ. ഈ പണി തീർന്നവരാണ് അവർ വേറെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അയലത്തൊക്കെയുള്ള മറ്റു മനുഷ്യർ, അവരെ പോലുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഇടപെടാനാണ് ഈ അമ്മയും അച്ഛന്മാർ സത്യത്തിൽ ചെയ്യേണ്ടത്. അതിനു പകരം ആ മക്കളെ കാത്തിരിക്കുന്ന വീടുകളാണ് ഇപ്പോൾ കേരളം മുഴുവൻ നിങ്ങൾ നോക്കിയാൽ 4-5 ബെഡ്റൂം വരെ ഉണ്ടാക്കിക്കളെ. ഇപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഒരു 4-5 ബെഡ്റൂം ഉണ്ടാക്കി. കാരണം മക്കൾ താമസിക്കാനാണെന്ന് അവർ വിചാരിക്കുന്നത്. മക്കൾ പിന്നെ 2 കൊല്ലം കൂടുമ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയ്ക്ക് താമസിക്കാനേ വരത്തുള്ളൂ. കാരണം അവരുടെ പണി എന്ന് പറയുന്നത് വേറെ സ്ഥലത്താണ്. ആർക്കും തിരിച്ചു വരാൻ പറ്റത്തില്ല. തിരിച്ചു വരാൻ പറ്റുന്ന കൃഷിക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. കൃഷി എന്ന് പറഞ്ഞാൽ പണി പഠിച്ചിട്ട് അവിടെ തന്നെ തുടരാന്ന് പറഞ്ഞാൽ ഈ
കോളേജിൽ പഠിച്ച് വിജയിക്കാൻ പറ്റാത്തവർ വന്ന് നിൽക്കുന്ന സ്ഥലം മാത്രമാണ് വീട്. അപ്പോൾ മാത്രമാണ് നോക്കുക. മറ്റേത് അവധി എടുത്തിട്ടേ അമ്മയും അച്ഛനെ നോക്കാൻ പറ്റുള്ളൂ. അല്ല, ഒരു മനുഷ്യന്റെ നിസ്സഹായത കൂടി ആയിരിക്കില്ല അവരുടെ നിസ്സഹായതയ്ക്ക് വേറെ പരിഹാരമോ മക്കൾ വരുത്തില്ല. മക്കൾക്ക് വേറെ പണിയുണ്ട്. എഞ്ചിനീയറിംഗ് പഠിച്ചവന്, ഡോക്ടറായവന്, IAS പഠിച്ചവനൊക്കെ വീട്ടിൽ വന്ന് അങ്ങനെ നോക്കും. ബാങ്ക് ഉദ്യോഗസ്ഥൻ അങ്ങനെ വീട്ടിൽ വന്ന് നോക്കും. നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ജീവിക്കാനൊക്കത്തുള്ളൂ. പഠിച്ചത് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ വീട്ടുകാരെ നോക്കാൻ പറ്റത്തില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ഗൾഫിൽ പോയി വീട് നോക്കുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഗൾഫിൽ പോകുന്നത്. കൊച്ചിനെ നോക്കാൻ പറ്റുമോ? ഗൾഫിലിരുന്ന് പൈസ അയച്ചു കൊടുക്കുക. അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും. പക്ഷേ മുഴുവൻ പേരും വിചാരിക്കുന്നത് ഈ കൃഷി കുടുംബം തുടരാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഈ കാത്തിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലായിട്ട് ഞാനിത് പറയുമ്പോൾ എനിക്കിത് ജീവിക്കാൻ അറിയാവുന്ന കാരണം കൊണ്ട് 18ാമത്തെ വയസ്സായപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയോട് പറഞ്ഞ് പണി തീർന്നു, നിയമപരമായിട്ടുള്ള പണി തീർന്നു. പിന്നെ ഒരു 3-4 ലോക രാജ്യമായ കാരണം കൊണ്ട് കുറച്ച് നാളോട് സപ്പോർട്ട്. അങ്ങനെ 20ാമത്തെ വയസ്സായപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നു, ഇനി നീ കാരണം തന്നെത്താൻ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന കുട്ടിയായി. ഈ പിരിച്ചുവിടലിൽ ശരിക്കും ഈ കുടുംബം എന്നുള്ള വ്യവസ്ഥിതിയിൽ ശരിക്കും ഈ പ്രവർത്തി ഒഴിവാക്കുമ്പോൾ വീടെന്നൊരു സങ്കല്പത്തിനോട് യോജിപ്പുണ്ട്? അപ്പോൾ വീട് ഉണ്ടായ സാധനമല്ലേ അത്? ഇയാൾ വിചാരിച്ച ഇങ്ങനെ വിചാരിച്ച പോവോ? അല്ല, വീട് ഒരു വളരെ കോൺക്രീറ്റ് ആയ സാധനമുണ്ട്. ആ എല്ലാ വീടുകളും ഇവിടെ കിടക്കുകയാണ്. അതിനകത്ത് താമസിക്കാൻ ആളില്ലാത്ത വീടുകളാണതല്ല. അതാണ് അതിനകത്ത് പറഞ്ഞത്. കാക്ക കുട്ടിയെ വളരുന്നത് വരെ കൂടുള്ളൂ. മനുഷ്യൻ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഇത് വേറൊരു തരത്തിൽ ഇങ്ങനെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാതായി പോയതുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുന്ന സമയം വരെ ഒരു വീട്, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താമസിക്കാൻ ഒരു മുറിയുള്ളൊരു വീടും മതി. ഇങ്ങനെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഈ പറയുകയും ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് മനസ്സിലാക്കാതെ ആളുകൾ വിചാരിക്കുന്നത് കുടുംബം പിരിച്ചു വിട്ടാൽ ഉടനെ പെര ഇടിച്ച് ബുൾഡോസർ വെച്ച് ഇടിച്ച് കളയുന്നു എന്നൊക്കെ വിചാരിക്കും. കുടുംബം ശരിക്കും അങ്ങനെ തിരിച്ച് ഇപ്പോഴും പറയുന്നു അങ്ങനെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലാതെയാകുമ്പോഴും ഇപ്പോഴും ജയശ്രീയായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ വീണ്ടും കാണുന്നു. ഉത്തരവാദിത്തം ഇതൊന്നും പറയുന്നില്ല. ഇയാൾ ഈ പറയുന്ന ഒരു വരി ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ശരിക്കും ഈ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നത്? കുട്ടി വളർന്നു കഴിഞ്ഞാൽ കുടുംബമില്ല, ആവശ്യമില്ല. ശരിക്കും അതിൽ സ്വതന്ത്രമാക്കുക എന്നുള്ള അത് കുട്ടി സ്വതന്ത്രമാകുന്നത് പോലെ തന്നെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരും കൂടെ രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ രണ്ടുപേരും കൂടെ ഒന്നും ചെയ്യുന്നില്ല. അല്ല, ശരിക്കും ഈ കുട്ടി വളർന്നതിന് വേണ്ടിയിട്ട് അല്ലല്ലോ ശരിക്കും ഭാര്യ ഭർത്താവ് അതിനുവേണ്ടി മാത്രമാണ്. പിന്നല്ലേ എന്തിനാണെന്ന് ഇയാളെന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് ഒരു പാർട്ണർ? പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം കൊണ്ട് ജീവിക്കുന്നതാണ് പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത്രയും ജീവിച്ചാൽ മതി. അതെ, തുടരണമെന്ന് ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി വളരുമ്പോൾ വളരുന്നത് കൊണ്ട് മാത്രമാണ് അവർ ഒന്നിച്ചിരിക്കുന്നത്. അതായത് ഭാര്യ ഭർത്താക്കന്മാർ ഒരു പാർട്ണർ ഇരിക്കുന്നത് അവരുടെ ഇഷ്ടം കൊണ്ടാണ് അവർ ഒരുമിച്ചിരിക്കുന്നതെങ്കിൽ കുട്ടി വളരുമ്പോൾ അത് ഇല്ലാതാവുന്നെങ്കിൽ കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് ഇല്ലാതായി പോവും. അതൊക്കെ അങ്ങനെ ഇല്ലാതായി പോകുന്നൊക്കെ ഉള്ള വിവരമെങ്കിലും മനുഷ്യർക്ക് വേണം. കുട്ടി വലുതായി കഴിഞ്ഞാൽ കുട്ടി വളരണ്ട, പകുതിയാകുമ്പോൾ തന്നെ ഇല്ലാതായി പോകും. ആ ഇല്ലാതായി പോകുമ്പോഴും നമ്മളിത് ഏറ്റെടുത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് തുടരണമെന്ന് നല്ല മൂച്ചോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമേ. പിന്നെ കുട്ടികളൊരു 10-12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മിക്കവാറും ഉള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതായി. ശരിക്കും ഈ 18 വയസ്സ് വരെ എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ലീഗലി നോക്കി ലീഗലി വന്നതാണ് 18 വയസ്സ്. പക്ഷെ അതിന് മുമ്പേ ഈ ഒരു മടുപ്പ് തോന്നിയിരുന്നു? അല്ല, എല്ലാവർക്കും ഇയാളെ എനിക്ക് മടുപ്പ് വന്നവരാണ്. തന്റെ വീട്ടിലും അത് തന്നെയാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ മടുപ്പ് ഉണ്ടായിരുന്നു അല്ലടോ. ഇത് അങ്ങനെയല്ല. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് പറയണം എന്നോടൊക്കെ. ഇത് എന്താ വ്യക്തിഗതമായ മടുപ്പ് വന്നിട്ട് ഇടുന്നതെന്നത്. താൻ തലകുത്തി നിന്നാൽ തൻ്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താനൊരു പുല്ലും തിന്നത്തില്ല. അത്രേ അറിയണം. അത് ഇയാൾക്ക് മടുപ്പ് വരുന്നതുകൊണ്ടല്ല, വയറ് നിറയുന്നത് കൊണ്ടാണ്. ആ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ ഒരു സാധനം എത്ര പായസം എത്ര കൊള്ളാന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് കഴിക്കാതെ ഛർദ്ദിക്കും. ഈ രണ്ടും ശരിക്കും രണ്ട് രീതിയിലേക്കല്ല നിൽക്കുന്നത്. അതായത് ഒരേ സമയം ഇപ്പൊ പറയുന്നുണ്ട്, ഇപ്പോൾ മകളുടെ അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഉണ്ടാവുന്നുള്ളൂ. ഇപ്പോൾ കനികുശ്രുതി ആയതുകൊണ്ട് മകൾ നല്ല വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു വളർച്ചയുടെ 18 വയസ്സ് വരെ അല്ലെങ്കിൽ 20 വയസ്സ് വരെ ഒരുമിച്ചുണ്ടായിരുന്നു, ആവശ്യത്തിന് വേണ്ടി പാർട്ണറായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു പറയുന്നു. അതിന്റെ അപ്പുറത്ത് തന്നെ പറയുന്നുണ്ട് എനിക്ക് മടുപ്പ് തോന്നോളം. അതായത് ഞാൻ കേട്ടെ, നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ഭക്ഷണം കൊണ്ടുവരുമ്പോ ആ ഭക്ഷണത്തിനോട് എനിക്ക് ഇതെല്ലാ വീട്ടിലും ഉണ്ടാകും. ആ വീടുകളിൽ ഉണ്ടായിട്ട് അങ്ങനെ തന്നെയാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ മടുപ്പ് എന്ന വാക്കിനേക്കാളും കുറച്ചുകൂടി അങ്ങനെ തന്നെയാണ് വെറുപ്പ് എന്ന് പറയുന്നത്. വെറുപ്പ് തോന്നും. ആ വെറുപ്പ് തോന്നിയിട്ടും ആ ബന്ധം തുടർന്നു പോയിട്ടുണ്ട്, തുടരും. അത് നമ്മൾ എടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെ പറ്റിയുള്ള അറിവുണ്ടാകും. ഇയാൾ പോയി ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാ ജോലിക്കാരനും വെറുക്കും, ആ പണി വെറുക്കും. പക്ഷെ വൈകുന്നേരം നമുക്ക് പൈസ വേണമെന്നും ഈ പണി ചെയ്ത് തീർക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തെന്നുള്ള കാരണം കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്നൊരു ജോലിയിൽ കൊണ്ട് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് അവനവന്റെ സ്വന്തം പണിയാണ്. നമ്മൾ ചെയ്യുന്നൊരു ജോലിയിൽ നമുക്ക് കിട്ടുന്ന കൂലിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് നിൽക്കാൻ നിർബന്ധിതനാവുന്നുണ്ടെങ്കിൽ
ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒപ്പം നമ്മൾ ജീവിക്കുന്നതിന് അങ്ങനെ ഒരു നിർബന്ധിത ആവശ്യവും കൂടി ഇല്ലല്ലോ. അപ്പൊ ഇഷ്ടപ്പെട്ട് ഞാൻ തേർന്നു വന്ന മടുപ്പ് ഇഷ്ടമെന്ന് പറയുന്ന സാധനം ലോകത്ത് കുറച്ച് നേരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വേറെ കാരണങ്ങൾ കൊണ്ടാണെന്ന് അറിയണം. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അതിന് പകരം ഇയാൾ ഇഷ്ടത്തോടാണ് വീട്ടിൽ കഴിയുന്നതെന്ന് എന്നോട് പറഞ്ഞു മനസ്സിലാക്കി തരല്ലേ. ഈ നേരത്തെ പറഞ്ഞ വയറ് നിറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടം നഷ്ടപ്പെട്ടിട്ടും പിന്നെ അടുത്തൊരു ഭക്ഷണം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പദപ്രയോഗം ആയതുകൊണ്ട് ഞാൻ ഭക്ഷണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അടുത്തൊരാളിലോട്ട് ബന്ധം തുടരുന്ന അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ് തുടങ്ങേണ്ടത്. ഉണ്ട്. അങ്ങനെ തന്നെയാണ്. ഉണ്ട്. എന്താ എത്ര സംശയം? അല്ല, അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്രയോ തവണ, ഞാൻ 3-4 പേരുടെ കൂടെ ജീവിച്ച് കഴിഞ്ഞു. അതായത് ഈ കുടുംബം എന്ന് പറയുന്ന ആളെ പിരിച്ചുവിടുന്നേക്കാൾ മുമ്പേ ഉണ്ടായിട്ടുണ്ട്. ഇല്ല, അതാ ഉത്തരവാദിത്വം. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ കുട്ടിയെ വളർത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണെന്ന് അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത്. 18 വയസ്സാകുന്നത് വരെ നിയമപരമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെ പോലുള്ള ഒരു രാജ്യത്തിനകത്ത് ഒരാൾക്ക് പെട്ടെന്ന് ജോലി കിട്ടാനൊന്നും എളുപ്പമല്ല എന്ന് അറിയുന്നുണ്ട്. അവർക്ക് അത് കിട്ടുന്നത് വരെയുള്ള എക്സ്റ്റൻഷൻ എന്നുള്ള നിലവാരത്തിൽ സപ്പോർട്ട് കൊടുക്കുക. ആ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്തത്. കനി തന്നെത്താൻ ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് അത് സ്വതന്ത്രയാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഈ 18 വയസ്സ് 20 വയസ്സ് വരെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് സ്വതന്ത്രയാക്കുന്നവരെ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പറയുന്നു, അത്രയും കാലം ഇഷ്ടത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം വയറ് നിറച്ചു കഴിഞ്ഞാൽ മടുപ്പ് തോന്നുന്നുണ്ടോ? അപ്പൊ അതുവരെ അതിനോട് വിയോജിപ്പ് തോന്നിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഞാനും ജയശ്രീയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു 12 വർഷമോ 13 വർഷമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് കഴിഞ്ഞപ്പോൾ അത് തീർന്നു പോയി. ആ തീർന്നു പോകുമ്പോഴും നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ചെയ്ത് തീർക്കുന്നേ ഉള്ളൂ. ലോകത്ത് എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയാം. ആദ്യം ഒരു മുറിയിൽ ഒന്നിച്ച് കിടക്കും, കെട്ടിപ്പിടിച്ച് കിടക്കും, അത് കഴിഞ്ഞ് തിരിഞ്ഞു കിടക്കും, അത് കഴിഞ്ഞിട്ട് 2 മുറിയിൽ താമസിക്കും, അത് കഴിഞ്ഞിട്ട് 2 അപ്സ്റ്റെയറും ഡൗൺ സ്റ്റെയറും താമസിക്കുന്നതാണ് ഈ സകല വീടും. അവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഈ 40 വർഷമായിട്ട് ഈ വീടുകളില്ലാതെ താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ട് ഇയാൾക്ക് എന്തായാലും തന്റെ 4 വീട് വെച്ചിട്ടായിരിക്കും ഇയാൾ മിണ്ടാൻ പോകുന്നത്. ഞാൻ 400 വീട് വെച്ചിട്ട് മിണ്ടാൻ പറ്റുന്ന തരത്തിനാണ്. അതുകൊണ്ടാണ് എല്ലാ വീട്ടിനകത്തും ആൾക്കാർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നവരും വേറെ മുറികളിൽ കിടക്കുന്നവരും പുറത്ത് നാട്ടുകാരുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുന്നവരുമാണെന്ന് എനിക്കറിയാം. ഈ ശരിക്കും 20 വയസ്സിൽ ഈ പറഞ്ഞ പോലെ പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഉത്തരവാദിത്തം അവസാനിക്കുന്നു പറയുമ്പോഴും 13 വർഷത്തിലെ ഈ പറഞ്ഞ വിയോജിപ്പ് സ്വാഭാവികമായിട്ടുള്ളതാണ്. വയറ് നിറയുന്നത് പോലെയാണ്. പക്ഷെ വയറ് നിറഞ്ഞിട്ടും പിന്നെയും ഒരു 6-7 കൊല്ലം നിലനിന്നിട്ടുണ്ട് മകൾക്ക് വേണ്ടി പറയുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുണ്ട്. പക്ഷെ എല്ലാ കുടുംബങ്ങളിലും അത് തന്നെയല്ലേ? കുടുംബങ്ങളിൽ അതല്ല, കുടുംബങ്ങളിലെ അവര് പിരിഞ്ഞ് വേറെ താമസിക്കുന്നിടത്ത് പോയി ആ കുടുംബത്തിനെ പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് വേറെ താമസിക്കുന്നവരെ പിരിച്ച് വീട്ടിലെത്തിക്കും. അതായത് അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. പലപ്പോഴും മടുപ്പ് തോന്നിയിട്ടും നിൽക്കുന്നവരുണ്ട്. നിൽക്കുന്നവരല്ല, മടുപ്പാണെന്ന് അറിഞ്ഞുകൂടാത്തവരാ, ഇത് ശരിയാണെന്ന് വിചാരിക്കുന്നവരാ. അപ്പൊ ശരിക്കും അങ്ങനെയും മൈത്രേനെ ഒരു 5-6 വർഷം ജീവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ വിവരമൊക്കെ നല്ലോണം ഉണ്ട്. ഞാൻ ഈ ജീവിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നതെന്നുള്ള അറിവുണ്ട്. ഇത് എന്താണ്, അല്ലാതെ ഇങ്ങനെ മടുപ്പ് എന്നൊക്കെ ഉള്ള വാക്കൊക്കെ പറയുന്ന പോലെ അല്ല അത് മനസ്സിലാക്കുന്നത്. നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യത്തിനകത്ത് സ്വാഭാവികമായിട്ട് ഇഷ്ടങ്ങൾ കുറയുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റങ്ങനെയല്ല, എന്താണ് സോൾമേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങും. ജീവിതകാലം മുഴുവൻ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ പള്ളിക്കാരന്മാരൊക്കെ ഉണ്ടാക്കുന്നത്. ആ തരത്തിലുള്ള പഠിപ്പിച്ചുണ്ടാക്കുന്ന മാനസിക രോഗികളെ ഒന്നിച്ച് താമസിപ്പിച്ചിട്ട് തമ്മിലടിച്ച് എൻ്റെ പൊന്നെ സകല പോലീസും സകല കുടുംബ കോടതിയും സകല കൗൺസിലേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നിങ്ങളെ ഇപ്പൊ ചേർത്തോണ്ടിരിക്കുന്നത്. വളരെ സ്വാഭാവികമായി മനുഷ്യര് അവരവരുടെ ഫങ്ഷൻസ് തീർന്നു കഴിയുന്നു എന്നറിയുമ്പോൾ അതിനകത്തുനിന്ന് വിരമിക്കാനുള്ള അറിവുണ്ടാക്കേണ്ടതുണ്ട്. ആ അറിവാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും വർഷം അല്ലെങ്കിൽ ഒരു 13-15 വർഷം ആദ്യ കാലഘട്ടം, പിന്നീട് ഒരു 5 വർഷം 20 വർഷത്തോളം കനികുസുതയെ നോക്കുന്നതാണ്. ഈ 5 വർഷം ഇഷ്ടത്തോടെ എന്നുള്ളത് ശരിക്കും ഏക ഭാര്യ അല്ലെങ്കിൽ ഏക പാർട്ട്ണർ എന്നുള്ള ഒരു സങ്കല്പം തന്നെയായിരുന്നു. അത് ഏക പാർട്ട്ണർ ആകുന്നതുകൊണ്ടല്ല, ഞാൻ ഏറ്റെടുത്ത കുട്ടിയെ 2 പേര് ചേർന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ വളർത്തി തീരുന്നത് വരെ ആ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ഞാൻ മാറ്റിവെക്കുന്നുണ്ട്. അത് കുട്ടിയെ വളർത്തുന്നതുകൊണ്ടാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് അത് പിന്നീട്, അതിന് മുമ്പ് പറഞ്ഞല്ലോ മൈത്രൻ 13 വർഷത്തോളം എനിക്ക് ആ ഇഷ്ടമുണ്ടായിരുന്നു. 13 വർഷം ശരിക്കും ജയശ്രീയോട് മാത്രമായിരുന്നു പ്രണയവും ഇഷ്ടവും. അങ്ങനെ തന്നെയാണ് ഉണ്ട്. അത് ലൈംഗിക ബന്ധങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞ അത് ജയശ്രീയോട് മറ്റുള്ളവരുടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ലാത്തതുകൊണ്ടോ അവരോട് ഇഷ്ടം തോന്നാത്തതുകൊണ്ടല്ല. ഒരു സമയത്ത് 2-3 ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്ന സമയത്ത് നമുക്ക് ഒന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ടൈമും അറ്റൻഷനുമാണ് എല്ലാ പ്രണയത്തിന്റെയും കീഴിലുള്ളത്. ശരി. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു ആൾക്ക് മൈത്രേനെ എങ്ങനെയാണ് പിന്നെ ഇത്രയും കോടികൾ സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഭാര്യ മാത്രമുള്ളെങ്കിൽ അംബാനി കോന്തന എന്ന് പറയാൻ പറ്റും? അതെങ്ങനെയാണ് പറയാൻ പറ്റുക? അങ്ങനെയെങ്കിൽ അംബാനി കോന്തന. അപ്പൊ 13 വർഷം ജയശ്രീ മാത്രം പാർട്ണർ ആയിരുന്നിട്ടുള്ള കോന്തനാണോ? അംബാനി കോന്തന
അതിന് സംശയമൊന്നുമില്ല. ഞാൻ കാരണം ചോദിക്കുന്നത് 5000 കോടി 50,000 കോടിയൊന്നും ലോകത്ത് ആർക്കും ഉണ്ടാക്കില്ല. കോടികൾ ഉണ്ടായിട്ട് ആ ഒരു ഉണ്ടായിട്ട് ഭാര്യ മാത്രമാണ് ഉള്ളെങ്കിൽ അംബാനി കോന്തനാണെന്നുള്ളത് എനിക്ക് സംശയരഹിതമായ അറിവാ. 13 വർഷം ജയശ്രീ മാത്രമായിട്ട് ഇഷ്ടവും പ്രണയവും ലൈംഗിക ബന്ധം അല്ലല്ല. മാത്രമായിരുന്നു മൈത്രേയൻ കോന്തനാണെന്ന് സ്വയം സമ്മതിക്കേണ്ടി വരുമോ? ഞാൻ അത് ഇയാൾ പറയുന്ന തരത്തില് എടുക്കാൻ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ 5000 കോടി ഉണ്ടാക്കത്തില്ല. അപ്പൊ പണം അതിന് വേണ്ടി മറ്റു ഭാര്യമാരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ വരാനോ മറ്റു സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിനാക്കാൻ വേണ്ടിയിട്ടാണോ പണം സമ്പാദിക്കുന്നത്? അംബാനിയുടെ അച്ഛന് എന്താണ് സ്ട്രോക്ക് വരെ വന്നിട്ടുണ്ട്. എന്തിന്? ഈ പണം ഉണ്ടാക്കാൻ. ഈ പണം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയാതാ. താൻ ഇനി എത്ര കോടി പണം ഉണ്ടാക്കിയാലും തനിക്ക് ഉപയോഗിക്കുന്നതിന് ഒരു അതിരുണ്ട്. ഞാൻ ഈ പണം ഇത്രയും കോടികൾ സമ്പാദിക്കുന്നത് ഒന്നിൽ കൂടുതൽ പേരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ടാണ് കാഴ്ചപ്പാട്. ഇത്രയും അറിയണം മാത്രമാണ്. വേറെ ഒന്നിനും അല്ല. ഇല്ല, വേറെ ഒന്നിനും അല്ല. 13 വർഷം മൈത്രേയൻ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ലേ? ഞാൻ സമ്പാദിക്കുന്നില്ല. ഇല്ല ഇല്ല. സമ്പാദ്യം ഉണ്ടായിരുന്നെങ്കിൽ 13 വർഷത്തിനുള്ളിൽ ചുറ്റുപാട് സ്ത്രീകളുമായിട്ട് എന്റെ ബന്ധപ്പെടുമായിരുന്നു. ചുറ്റുപാടുള്ള മുഴുവൻ ആൾക്കാർ എന്റെ ജീവിതത്തിലേക്ക് കടന്നവരുടെ മുഴുവൻ ജീവിതത്തിലേക്കും ഞാൻ ഉണ്ടാക്കിയ ഓരോ രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അത് സമ്പാദിച്ച് വെക്കുകയല്ല ചെയ്തത്. എന്റെ ചുറ്റിനും വന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവിതത്തിനകത്ത് അത് പോയിട്ടുണ്ട്. ആ 13 വർഷത്തോളം ജയശ്രീ മാത്രമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു സമ്പാദ്യത്തിൽ പോലും അതായത് സമ്പാദ്യം ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണോ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാതെ? അല്ല, മറ്റ് സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിന്റെ റീസണാണ് ഞാൻ നേരത്തെ അത് പറയാൻ ഇയാളെ അനുവദിച്ചില്ല. ടൈമും അറ്റൻഷനും ആവശ്യമാണ് ഒരു പ്രണയബന്ധത്തിന്. അല്ലെ ഈ പ്രണയം ഞാൻ അതിലൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നേരത്തെ അംബാനിയുടെ കാര്യം ഞാനൊരു കാര്യം വെച്ചാല് അംബാനിയുടെ കാര്യത്തിൽ പറയുന്നത് ഇത്ര പ്രണയങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല പറയുന്നത്, എന്നുള്ള രീതിയിലാണ്. ഞാൻ പറയുന്ന സാധനം കേൾക്കാമെങ്കിൽ ഇയാൾക്ക് മനസ്സിലാവും. പറയൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പൂർത്തീകരിക്കും. അപ്പൊ ആദ്യം മനസ്സിലാക്കാനുള്ളത് ലോകത്ത് ഞാൻ ഈ പറയുന്ന സാധനമൊക്കെ ലോകത്ത് റിസോഴ്സസ് ഉണ്ടാക്കുന്ന ആളിന് ഇണയെ കൂടുതൽ കിട്ടുമെന്ന് അറിയുന്നത് പുരുഷന്മാര് കൃഷിക്കാലത്ത് ഉണ്ടാക്കിയതാ. അതിനു മുമ്പ് പാടാനും ആടാനും ശരീരത്തിന്റെ ബലവും മാത്രം മതിയായിരുന്നു. അങ്ങനെയായിരുന്നു ലോകത്തെ എല്ലാ ജീവികളും. എന്ന് പറഞ്ഞാൽ ഇണകളെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാതെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു പുരുഷനും ലോകത്തില്ല. കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്ന പ്രോസസ്സൊക്കെ ആരംഭിക്കുന്നത് കൃഷിയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സ്ഥലത്താണ്. അപ്പോഴാണ് റിസോഴ്സസ് ഉണ്ടാകുന്നത്. റിസോഴ്സസ് ഉണ്ടാകുന്ന പുരുഷന്മാർക്ക് ഇണയെ കൂടുതൽ കിട്ടുമെന്ന് കണ്ടുപിടിക്കുന്ന വഴിയാണ് റിസോഴ്സസ് കൂടുതൽ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിച്ചത്. അങ്ങനെയാണ് ധനമുള്ളവരെന്ന് പറയുന്ന ആൾക്കാർ കൈമൂച്ചുകൊണ്ട് സംഘടിത ബലം കൊണ്ടും ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ് രാജാക്കന്മാരും ഒക്കെ ഉണ്ടായത്. ആ ഉണ്ടായവർക്കെല്ലാം അന്തഃപുരങ്ങളിനകത്ത് നൂറുകണക്കിന് ഭാര്യമാരുണ്ടായിരുന്നവരാണ്. അതിന്റെ പ്രോസസ്സിലാണ് ആ ധനമുള്ളവരായി ഇരുന്നവരുടെ തുടർച്ചയിലാണ് അംബാനി നിൽക്കുന്നത്. അതുകൊണ്ട് അയാൾ കോന്തന എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനെങ്കിൽ അല്ല, ഇത് പറയുമ്പോ അതിലൊരൊറ്റ ചോദ്യം, ഈ 13 വർഷത്തെ ഇഷ്ടത്തെ അയാളെ എന്റെ അടുത്താണ് ഇയാളുടെ ഉദ്ദേശം, തന്റെ ഉദ്ദേശം സാധനം മനസ്സിലാക്കുന്നത്. തനിക്ക് അജണ്ടയുണ്ട്. തനിക്ക് വിഷയം മനസ്സിലാക്കാനൊന്നുമല്ല. ഞാൻ സംസാരിക്കുന്നത് തനിക്ക് വിഷയം മനസ്സിലാക്കാൻ വേണ്ടി. താൻ വിഷയം മനസ്സിലാക്കാനൊന്നും അല്ല. താൻ ആഷ്മിയാണ്, അത്രേ ഉള്ളൂ. അതായത് മൈത്രേയൻ ഞാൻ കേട്ടു. ആ ചോദ്യം പൂർത്തീകരിക്കാൻ പോലും അനുവദിക്കുന്നില്ല. അനുവദിക്കത്തില്ല. കാരണം അജണ്ട ഉണ്ടോ? അതായത് അനുവദിക്കത്തില്ല. ഞാൻ താൻ എന്നെ പറയാൻ അനുവദിക്കാത്തതുകൊണ്ടാ തന്നെ ചോദ്യം ചോദിക്കാൻ അനുവദിക്കത്തില്ല. അതിൽ ഒരു മറുചോദ്യവും ഇല്ല. തനിക്ക് ഒരു മറുചോദ്യവും ഇല്ല. തനിക്ക് ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട വെച്ച് മിണ്ടുകയാണ്. ഒരു കുന്തവും ഇല്ല. ഞാൻ ഇതിനകത്ത് ഇരുന്ന് സംസാരിക്കും. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിന് ഒരു മടി ഇപ്പോഴും ഇല്ല. പക്ഷെ തന്റെ ചോദ്യം താൻ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന സാധനം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തനിക്ക് പിന്നെ അത് പറയാൻ ഒക്കത്തില്ല. അത് കാരണം കൊണ്ട് താൻ ഇപ്പൊ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ന്യായമൊന്നും പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ തിരിച്ചു ചോദിക്കുന്നു. താനൊരു കൊച്ചു കാശ്മീർ അത്രേ ഉള്ളൂ. അതായത് മൈത്രേയൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ തിരിച്ചും ചോദിക്കുന്നത്. മൈത്രേയൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ 13 വർഷത്തിലേക്ക് ഉണ്ടായിരുന്ന 13 വർഷമല്ല 15 വർഷമാണെന്ന് പറഞ്ഞാൽ ഇയാളെ തിരുത്തുവോ? അപ്പൊ എനിക്ക് തിരുത്താൻ പറ്റും. അത് 13, 15 എന്നുള്ളത് വെറുതെ ഈ പറയുന്നല്ലേ വിഷയം പറയുമ്പോൾ മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക. അതിന് പകരം താൻ ഹാഷ്മിയാകാൻ ശ്രമിക്കണ്ട. ഇതിന്റെ ചവിട്ടിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്നിട്ട് നോക്കത്തൊന്നുമില്ല. വെറുതെ ശ്രമിക്കാതെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വിഷയം മനസ്സിലാക്കാൻ മനുഷ്യർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവും. അതായത് വീടുകൾക്കെങ്കിലും പ്രയോജനം ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ലാത്ത ഒരു ഡിസ്കഷൻ ആയിട്ട് തീരും. ഇതിലെ പ്രയോജനത്തിന് അപ്പുറത്തേക്ക് ഞാൻ വന്ന മറുചോദ്യം എന്ന് പറയുന്നത് മൈത്രേയൻ സംസാരിച്ച ആ വിഷയത്തിൽ നിന്ന് നിർത്ത കടമെടുത്ത വാക്കുകൾ. ഞാൻ പറഞ്ഞില്ല, താൻ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങുന്നുണ്ടല്ലോ. അത് കേൾക്കാൻ എന്താ ഇയാൾക്ക് പറ്റാത്ത? ഞാൻ കേട്ട് കഴിഞ്ഞിട്ടാണ്. കേട്ട് കഴിഞ്ഞിട്ടില്ലടോ.
തനിക്ക് കേൾക്കാനുള്ള അറിവായിട്ടില്ല. കേട്ട് കഴിഞ്ഞ് വെറുതെ അവിടെ മിണ്ടാണ്ടിരിക്കുക, പറയുന്ന അതായത് കേക്ക്. കേട്ടിട്ടാണ് അറിവ് വരുന്നത് അല്ലെ? എന്ത് ചെയ്യാൻ? പറയൂ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കത്തില്ല തന്നെ. അതായത് മൈത്രേയൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഞാൻ തിരിച്ചു പറഞ്ഞില്ലേ, അതുപോലെ മൈത്രേയന് മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് അതായത് ഞാൻ മറിച്ചോ, ഞാൻ അതായത് ഞാൻ തെറ്റ് പറഞ്ഞു എന്ന് വരുത്തണമെന്ന് തന്റെ ആഗ്രഹം ഒരിക്കലുമില്ല. കൊണ്ട് അല്ലെന്ന് അറിയാനല്ല. അല്ലല്ല, ഒരിക്കലുമില്ല. കാരണം ചില തെറ്റ് വരുത്തുള്ള എന്തൊരു മുൻവിധിയോട്, കഷ്ടപ്പാടോ. അതായത് മുൻവിധിയോട് എടോ, കൂടിയിട്ട് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്നൊക്കെ കണ്ടാ തിരിച്ചറിയാം നമുക്ക്. അതായത് മുൻവിധിയോട് കൂടിയിട്ട് എങ്ങനെയാണ് നമുക്ക് അത് എടുക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞത് താൻ മുൻവിധി അല്ല, തനിക്ക് ആദ്യമേ അജണ്ട ഉണ്ട്. എങ്ങനെയാണ് താൻ അജണ്ട ഉണ്ട്, അതല്ലെങ്കിൽ ഇങ്ങനെ പറയത്തില്ല. അതായത് ഞാൻ അങ്ങനെ താൻ അജണ്ട ഉള്ള ആളാണ്. ചോദ്യം പറയണായിരുന്നു. കഴിഞ്ഞ തവണ തന്നെ ആള് ചീത്ത പറഞ്ഞായിരുന്നു. മൈത്രേയൻ ഇല്ല. ഇല്ലയോ? ഇല്ല. അല്ലാതെ ചോദ്യം വരുമ്പോ കൃത്യമായ അജണ്ട സ്റ്റേറ്റ്മെന്റ് പറയുന്ന തനിക്ക് സമയത്ത് അജണ്ട ഉണ്ട്. അജണ്ട ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം കേൾക്കാൻ വളരെ കൃത്യമായിട്ട്. കേട്ടിട്ടാണ് തിരിച്ചു ചോദിച്ചത്. അല്ലെന്നെ കേട്ടിട്ടില്ലടോ. ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. പറയുമ്പോ അതിൽ മറുചോദ്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് അപ്പോ? ഞാൻ പാടില്ല. ഇല്ല, ഇയാള് മറുചോദ്യത്തിന്റെ കാര്യമൊന്നുമല്ല. ഈ വിഷയം തന്റെ അടുത്ത് ഇയാൾ ഉന്നയിച്ചു കഴിഞ്ഞു. ആ ഉന്നയിച്ച കാര്യത്തിന്റെ ഡീറ്റെയിൽസാണ് ഞാൻ ഈ പറയുന്നത്. അത് പറഞ്ഞു തീർക്കാൻ ഇയാൾ സമ്മതിക്കാത്തത്. പൂർത്തീകരിക്കും. അങ്ങനെ പറ. അപ്പോഴാണ് അത് വരുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ധനം ഉണ്ടാകുക എന്ന് പറയുന്നത് കൂടുതൽ എന്താണ്, ഇണകളെ കിട്ടുമെന്നുള്ള തിരിച്ചറിവ് മനുഷ്യൻ എന്ന് പറയുന്ന മനുഷ്യ പുരുഷൻ ഉണ്ടായപ്പോഴാണ് ധനം ഉണ്ടാക്കി നമ്മൾ ഈ പറയുന്ന നാടിനകത്ത് കൃഷിസ്ഥലങ്ങളെല്ലാം ഓണർഷിപ്പ് ഉള്ള ആൾക്കാർ വളഞ്ഞു കെട്ടി തുടങ്ങുന്നത്, ഭൂമി മുഴുവനും ഓരോരുത്തരുടെ ആക്കി മാറ്റുന്ന പ്രോസസ്സ് ആരംഭിക്കുന്നത്. അവരുടെ മുഴുവൻ ഉന്നം എത്രത്തോളം ആൾക്കാരുമായിട്ട് ഇണ ചേർന്ന് കുട്ടികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നതായിരുന്നു അതിൻ്റെ ഉന്നം. ഇതുകൊണ്ടാണ് അന്തഃപുരങ്ങൾ ഉണ്ടാകുകയും ധാരാളം വിവാഹങ്ങളും പുരുഷന്മാർക്ക് ഉണ്ടാകുന്ന, വിവാഹം എന്നുള്ളതല്ല, ധാരാളം ഇണകൾ ഉണ്ടാകുന്ന, ധനം ഉണ്ടാക്കുന്നവരുടെ തുടർച്ചയിലാണ് അംബാനി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അത് പറയുന്നത്. അംബാനി എന്ന് പറയുന്ന ആള് ഇത്രയും ധനം ഉണ്ടാക്കിയിട്ട് ഒറ്റൊരു ഇണയായിട്ട് നിൽക്കുന്നത് ഇതിനിടയ്ക്ക് കൊണ്ടുപോയ ഈ സംഭവത്തിനെ പറ്റി ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് പറയുന്നത്. അങ്ങനെയാണ് അയാൾ മണ്ടനാകുന്നത്. രണ്ടാമത്, ഒരു നാട്ടിനകത്ത് എത്ര വിവാഹം കഴിക്കാം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മുകളിൽ പുരുഷന്മാർ തമ്മിലടിക്കുമെന്ന് രാജാക്കന്മാർ രാജ്യം ഉണ്ടാക്കിയ ഈ പറയുന്ന സംവിധാനം നടക്കുമ്പോഴാണ് അയാളുടെ കീഴിലുള്ള ജോലി ചെയ്യാനായിട്ടുള്ള അയാളുടെ പട്ടാളക്കാരായിരിക്കുന്നവർ അല്ലെങ്കിൽ സേനാനായകനായിരിക്കുന്നവരൊക്കെ ഒരു സ്ത്രീയുടെ മുകളിൽ വഴക്കിടാൻ തുടങ്ങിയപ്പോഴാണ് ഈ വഴക്കിടുക എന്ന് പറയുന്നത്. അവർ തമ്മിൽ വഴക്കിടുന്നതിനകത്ത് പണ്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. കാരണം ആണുങ്ങൾ തമ്മിൽ അടിച്ചട്ടി ജയിക്കുന്ന ആളിന് ഇണയെ കിട്ടും, മറ്റവന് പോവും, അത്രയേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ആളുകളെ ഉപയോഗിക്കാൻ പഠിക്കുന്ന സമൂഹം രൂപപ്പെട്ടപ്പോഴാണ് അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് വന്നവരെയും ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരെ ഉൽപ്പാദിപ്പിക്കുന്ന സമയം തൊട്ടാണ് പുരുഷന്മാര് തമ്മിലടിച്ചാൽ രാജ്യത്തിന് എന്ന് പറഞ്ഞാൽ രാജാവിന് നഷ്ടം ഉണ്ടാകും എന്ന് വന്നപ്പോഴാണ് ഒരാൾക്ക് ഒരു ഇണയെ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയത്. ആ സിസ്റ്റം ഉണ്ടാക്കിയപ്പോഴാണ് ഒരാൾ മതി, അതുകൊണ്ട് നിനക്ക് ഞാനൊരു പെണ്ണിനെ തന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വിവാഹം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യാൻ ബാധ്യത വരുന്നത്. അതിൻ്റെ നടുവിലൊരു ഒരു പത്രത്തിനകത്ത് എഴുതി ഒപ്പിടാൻ സാക്ഷിയായിട്ട് നിൽക്കുന്ന വേറൊരാൾ നിൽക്കുമ്പോഴും നാട്ടിനകത്ത് അംഗീകൃതമായി ഉത്തരവാദിത്തപ്പെട്ട പുരുഷനും ഈ സ്ത്രീയായിട്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന നിയമങ്ങൾ ലോകത്തുണ്ടായത്. ആ നിയമം ഉണ്ടാക്കി ആ ആളുകൾ അങ്ങനെ നിൽക്കുമ്പോഴും രാജാക്കന്മാർക്ക് അന്തപുരം ഉണ്ടായിരുന്നുള്ള കാര്യം മറക്കരുത്. ഇതുപോലെ ചെയ്ത് ഇരുന്ന സ്ഥലത്താണ് നമ്മൾ ജനാധിപത്യം വന്ന സമയത്താണ് ഈ എല്ലാവർക്കും ഇണകളെ കിട്ടും എന്ന് പറയുന്ന സാധനം വന്നത്. പക്ഷെ തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് എന്ന് പറയുന്നത് പെണ്ണുങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അതിന് മുമ്പുണ്ടായിരുന്നത്. അവരായിരുന്നു അവരുടെ ഇണകളെ തിരഞ്ഞെടുക്കുന്നത്. അത് കംപ്ലീറ്റ് നിന്നുപോയി. അത് നിന്നുപോയെന്ന് പറഞ്ഞാൽ അടിമകളായി പിടിച്ചോണ്ട് വന്ന പുരുഷന്മാരെ സ്ത്രീകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ അത് നാറ്റത്തില്ല എന്ന് പറയുന്ന വഴിയാണ് സ്ത്രീകളുടെ ലൈംഗികത നിയന്ത്രിച്ചത്. അത് എന്നാൽ മേൽത്തട്ടിലെ പുരുഷന്മാർ അവരുടെ ഇണകൾ, സ്ത്രീകൾക്ക് ആരെയും അവർക്ക് ഇഷ്ടമുള്ളവരെ എല്ലാം തിരഞ്ഞെടുക്കുമായിരുന്നു. ഇന്നും നമ്മൾ ഗോത്രങ്ങളിൽ പോയാൽ മതി, ഇവിടുത്തെ ഈ അട്ടപ്പാടിയിലോ ഒക്കെ പോയി നിങ്ങൾ നോക്കിയാൽ മതി, അവിടെ അമ്മമാരാണ് കൂടുതലുള്ളത്. ആ അച്ഛൻ എന്ന് പറയുന്ന ആള് ഗർഭം ധരിപ്പിക്കുന്ന ആള് മാത്രമാണ് ഇപ്പോഴും ഇതിനകത്ത്. അല്ലാതെ അവർ സിംഗിൾ മദർ അല്ല, അവർ മദേഴ്സാണ്. അപ്പൊ സിംഗിൾ മദറായി മാറുക എന്ന് പറഞ്ഞ പ്രോസസ്സൊക്കെ ഈ വിവാഹം കഴിച്ചിട്ടുണ്ടായ സ്ഥലത്ത് വരുമ്പോഴാണ് നമ്മൾ ഒറ്റ ഭാര്യ ഒരമ്മ ഒരു കുഞ്ഞു മാത്രമായിട്ടായി പോയിരിക്കുന്നത്, ആരുമില്ല നോക്കാനെന്ന് പറഞ്ഞാൽ. കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് വലിയൊരു പ്രവൃത്തിയായിട്ട് ഈ കൃഷിക്കാലത്ത് വ്യവസായത്തിലേക്ക് നീങ്ങിയ സമയത്താണ് ഉണ്ടാകുന്നത്. സ്കൂളുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ 18-20 വർഷത്തേക്ക് നീണ്ട് വിദ്യാഭ്യാസം. അപ്പോഴാണ് ഉത്തരവാദിത്തപ്പെട്ട പുരുഷൻ കണിശമായിട്ട് അവിടെ ഉണ്ടാകണം എന്ന് പറയുന്ന എല്ലാ നിയമങ്ങളും ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളെ നോക്കുക എന്ന് പറയുന്നത്. മറ്റേതങ്ങനല്ല. ഈ ആദ്യകാലത്തെ വിവാഹങ്ങളിൽ പോലും
പുരുഷന്മാർക്ക് കൂടുതൽ വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നു. അവർക്ക് ഭാര്യ മരിച്ചെന്ന് വെച്ചോ, അവരപ്പോൾ വിവാഹം കഴിക്കാൻ പറ്റും. ഭാര്യമാർക്ക് കഴിക്കാൻ ഒക്കത്തില്ലായിരുന്നു, വിധവകളായി തുടരാനേ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെല്ലാം നമ്മൾ കാണേണ്ടതുണ്ട്. ഇതെങ്ങനെയാണ് ഈ സിസ്റ്റങ്ങൾ വന്നതെന്നുള്ളത്. ഈ ഇരിക്കുന്നതിനകത്ത് ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് രണ്ടുപേര് ചേർന്ന് ചെയ്യേണ്ട പണിയായിട്ട് വരുന്നത് വ്യാവസായിക കുടുംബത്തിലാണ്. അങ്ങനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ വലിയ കുടുംബം. അതിനു മുമ്പ് കൃഷി കുടുംബം എന്ന് പറയുന്നിടത്ത് 10-15 പേരുണ്ടാവും, കസിൻസ് ഉണ്ടാവും, പലതരത്തിലെ അമ്മമാരുണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്നായിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഈ കാർഷിക കുടുംബത്തിനകത്തു നിന്ന് വ്യവസായ കുടുംബത്തിലോട്ട് വന്നപ്പോൾ വീട് വിട്ടു പോകുന്ന ആൾക്കാരുണ്ടായി. വീട് വിട്ടു പോയപ്പോൾ ഒരാൾക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് മറ്റുള്ള സൗകര്യങ്ങൾ വേണമെന്ന് കണ്ടുപിടിക്കുന്ന വഴിയാണ് ക്വാർട്ടേഴ്സ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ കുടുംബം കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ 100 എന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ, അമ്മൂമ്മ, കസിൻസ്, അമ്മാവന്മാർ എല്ലാം ആയിട്ടാണ് ഈ ഒരാളുടെ തൊഴിലിന് ഈ കുടുംബം ഉണ്ടായത്. അത് മുതലാളിമാർക്ക് പെട്ടെന്ന് മനസ്സിലായി ഇത് കുഴപ്പമാണെന്ന്. അപ്പോഴാണ് അവർ 2 മുറിയുള്ള ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്വാഭാവികമായി മറ്റുള്ള വയസ്സറിയെ എല്ലാം മാറ്റി, അമ്മാവന്മാരെ എല്ലാം മാറ്റി, കസിൻസിനെ എല്ലാം മാറ്റി ഈ ഭാര്യയും ഭർത്താവും കൂടെ അണുകുടുംബം ഉണ്ടായത്. ഈ അണുകുടുംബം ഉണ്ടായപ്പോഴാണ് നമ്മൾ ഇന്ന് പറയുന്ന ഒരാൾ, ഒരു ഭാര്യ, ഒരു ഭർത്താവും കൂടെ. എന്നിട്ട് ആ അണുകുടുംബം എന്ന് പറയുന്നത് ഏറ്റവും നിസ്സഹായമായ കുടുംബമാണ്. അവർക്ക് 2 പേർക്കും കൂടി ഈ പണി മുഴുവൻ ചെയ്യാൻ പറ്റത്തില്ല. 2 പേരും പണിയെടുത്താലേ ഈ വീട് നിർത്താനൊക്കെ തുള്ള സ്ഥലവും കൂടെ വരുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കാനും എടുക്കാനും പറ്റും, 2 പേരും ജോലി ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് കൃഷി ഉണ്ടായത്, അപ്പോഴാണ് നമുക്ക് LKG ഉണ്ടായത്, അപ്പോഴാണ് നമുക്ക് സ്കൂളും ഇന്ന് നമ്മൾ കാണുന്ന സകല തരത്തിലെ സ്ത്രീകളുടെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ലോകത്തുള്ള സകല മെഷീനും കണ്ടുപിടിക്കുന്ന അപ്പോഴാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ വർക്കുകൾ മുഴുവനും കൂടെ ഒരാളുടെ തലയിൽ വന്ന് വീഴുന്നിടത്ത് എത്തിപ്പോയി. ഈ അണുകുടുംബം ലോകത്തിലെ ഏറ്റവും ഇതുവരെ മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും മിസറബിളായ, ഏറ്റവും പരിതാപകരമായിട്ടുള്ള കുടുംബമാണ് അണുകുടുംബം. അതിനെ നിലനിർത്താനായിട്ട് 100 കണക്കിന് സിസ്റ്റങ്ങൾ പുറത്തുണ്ടാക്കി. പക്ഷെ ഈ ഐഡിയ എന്ന് പറയുന്ന സാധനം തകർന്നതാണ്. കാരണം അവർ 2 പേരും തമ്മിൽ, മറ്റേതങ്ങനല്ല, കുടുംബത്തിനകത്ത് ധാരാളം ആൾക്കാരുണ്ട്, അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനകത്ത് അത് തന്നെ നമ്മൾ കൃഷി കുടുംബത്തിലാണെങ്കിൽ ചേട്ടൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഭാര്യയായിട്ട് തന്നെ ബന്ധം ഉണ്ടാക്കുന്ന, അനിയ ബന്ധം ഉണ്ടാക്കി കൊച്ചുങ്ങളെ ഉണ്ടാക്കുമായിരുന്നു. ഇങ്ങനെ നിന്നിരുന്ന ഒരു കുടുംബമായിരുന്നു. പലര് ചേർന്നായിരുന്നു കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. ഇത് മുഴുവൻ പോയി. അങ്ങനെ മിസറബിളായ കുടുംബം ഉണ്ടായപ്പോഴാണ് ഇതിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 2 പേര് ചേർന്ന് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് ഇതിനെ നിർത്തിക്കൂടാ. വേറെ ആളുകൾ ആവശ്യമാണ് നമുക്ക് ഈ കുഞ്ഞിനെ വളർത്തണമെങ്കിൽ. ഞാൻ ഈ ജയശ്രീയായിട്ട് ജീവിക്കുന്നെന്ന് പറയുമ്പോൾ ഞാനും ജയശ്രീയും കൂടെ മാത്രമേ ഇരിക്കുന്ന ഒരു വീട് ഞാൻ ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. ധാരാളം പേര് വരും. ആ ധാരാളം പേരും കൂടെ ചേർന്നാണ് ആ കുഞ്ഞിനെ വളർത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ ഈ സാധാരണ ഇപ്പോഴത്തെ ഈ അണുകുടുംബത്തിനകത്ത് വേറൊരാളും വരാനൊക്കത്തില്ല, കടന്നു വരാനേ പറ്റത്തില്ല. അവർ വന്നു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളായിട്ടാണ് അത് നിൽക്കുന്നത്. ഇത് കാരണം കൊണ്ട് ഈ 2 പേരും മിസറബിളാണ്. ഇത്രയധികം കൗൺസിലേഴ്സ്, ഇത്രയധികം കോടതി, പോലീസ്, ഇത് മുഴുവനും ഈ 2 പേര് ഈ കുട്ടിയെ വളർത്തുന്നതിന് വേണ്ടി ചേർത്ത് നിർത്താൻ വേണ്ടി സകലരുടെ പണിയെടുക്കുകയാണ്. അതിനകത്ത് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന 2 പേരാണ് കല്യാണം കഴിപ്പിച്ച അമ്മയും അച്ഛനും. അവർ ഇതിനിടയ്ക്ക് സൂത്രത്തിൽ അവരുടെ വീട്ടിൽ ഈ 2 പേരെ എത്തിക്കാൻ നോക്കും. ഒരു ഭാര്യയും പറഞ്ഞ സകല ചെലവും കല്യാണം നടത്തിയാണ്. അവിടെ ചെന്നിട്ട് ഈ പക്ഷം പിടിക്കും. 2 പേര് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും മനുഷ്യർ തമ്മിൽ. ആ അഭിപ്രായ വ്യത്യാസത്തിനകത്ത് പറഞ്ഞിട്ട് ഈ മക്കളെ വീട്ടിൽ തിരിച്ചെത്തിക്കുക എന്ന് പറയുന്ന പണിയിലാണ് ഇപ്പം ഇരിക്കുന്നത്. വിവാഹം നടക്കുന്നതിനേക്കാളും കൂടുതൽ വിവാഹമോചനങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടല്ല, അവർക്കത് കഴിയാതായി തീർന്നിരിക്കുന്ന ഒരു കുടുക്കിനകത്ത് മനുഷ്യർ ചെന്ന് പെട്ടത് കൊണ്ട് പറയുന്നതാണ് ഇതൊക്കെ. അതുകൊണ്ടാണത് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. ഞാൻ വേറെ ആൾക്കാരെ ആയിട്ട് കൂട്ടുകൂടുമ്പോഴും ഈ പറയുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറത്തില്ലെന്നുള്ള സ്വന്തം ഉത്തരവാദിത്ത ബോധം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇന്ന് ആൾക്കാരെ പേടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നാട്ടുകാരെന്ത് വിചാരിച്ചിട്ട് ചെയ്യുന്നവരാണ് കൂടുതൽ. തലയിൽ മുണ്ടുവിട്ട് ചെയ്യുന്നവരാണ്. ഞാൻ ജീവിക്കുന്ന പോലെ തന്നെയാണ് ഇവരെല്ലാവരും ജീവിക്കുന്നത്. അതെനിക്ക് ഈ വീടുകളിൽ മുഴുവൻ താമസിച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യമില്ലേ. തലയിൽ മുണ്ടിട്ട് ഉണ്ടാക്കുന്ന ബന്ധങ്ങളും രഹസ്യ ബന്ധങ്ങളുടേതായ കലവറയുണ്ടാക്കി വെച്ചിരിക്കുന്ന നാടാണിത്. ഇപ്പം ഈ ജീവിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന് സ്വയം തിരിച്ചറിയാൻ പറ്റും. അതിന് പല ഓപ്ഷൻസ് ലൈഫിനുണ്ട്.
ആ ഓപ്ഷൻസിനെ പറ്റി പറയാനാണ് ഞാൻ ഇരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് ആ ചോദ്യം ആവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഒരൊറ്റ വരിയിൽ ഞാൻ ചോദിച്ചുള്ളൂ, ഈ 13-15 താൻ എന്നെ വർഷം പിടിക്കാനാണ് വന്നത്, അതിന്റെ അത്രേ ഉള്ളു. അല്ലല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും അതിലേക്ക് ഉത്തരം പറയാൻ ഇപ്പോഴും മടിക്കുന്നുണ്ട്. ഞാൻ മടിക്കുന്നതല്ല, തന്റെ വിചാരം താൻ ഭയങ്കരമായിട്ട് ഒരു നൂല് വെച്ചിട്ട് എന്താണ് ഇത് വീവി ചെയ്ത് പിടിക്കാനായിട്ട് നോക്കുന്ന മീൻ അങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല. ഞാൻ നല്ല കുത്തുമില്ല, എന്നെ പിടിക്കാതെ ഇയാൾ നോക്കുന്നത് കൊണ്ടാണ് കുത്തുന്നത്. ഉത്തരം പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഞാൻ ഉത്തരം പറയുന്നില്ല, മനസ്സില്ല. കഴിഞ്ഞോ? തീർന്നില്ലേ? കഴിഞ്ഞില്ലേ? അത്രേ ഉള്ളു, കഴിഞ്ഞു. എനിക്ക് മനസ്സില്ല. അതാണ് ചോദ്യത്തിന് ഉത്തരം പറയാൻ, ചോദ്യം തന്നെ അറിയാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ഉത്തരം പറയും. താൻ അറിയാനുള്ള ആളൊന്നും അല്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, താൻ അജണ്ടയുള്ള ആളാ. എങ്ങനെയാണ് അജണ്ട? ഇതാണ് ഈ എപ്പിസോഡ് നാട്ടുകാർ മുഴുവൻ കാണണമെന്ന് താൻ ആഗ്രഹിക്കുന്ന അജണ്ടയുണ്ട്. പിന്നെ എന്നെ തോപ്പിച്ചാൽ ഹഷ്മിയുടെ മേളിൽ പോകുമല്ലോ. വേറെ കേസുണ്ട്, ഈ നാളുകൾ മുഴുവൻ എനിക്ക് അങ്ങനത്തെ യാതൊരു സാധനം. ഇയാളുടെ വിചാരം ഞാൻ ഈ നാട്ടുകാരെ മുഴുവനും സ്വാധീനിച്ചിട്ട് അവരുടെയൊക്കെ മേളിൽ കയറി പിണറായിയോ മോദി ആകണമെന്ന് ആഗ്രഹിക്കുന്നത് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പുല്ലുമില്ല. എന്തിനാണത്? അങ്ങനെ ഇല്ല. രണ്ട് എപ്പിസോഡ് വിജയിപ്പിക്കേണ്ട തന്റെ പണിയാ. അത് അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. വിജയപരാജയങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്നുള്ള രീതിയിലേക്ക് ഇത് ചോദ്യോത്തരം അല്ലെങ്കിൽ ചർച്ചകൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിഷയം ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമായി പറഞ്ഞത് ഈ ഓഡിയൻസ് മുഴുവനും മനസ്സിലാവും. പക്ഷേ തനിക്ക് തൻ്റെ എപ്പിസോഡ് നടത്തിക്കൊണ്ടു പോകുന്ന ആളിന് അത് എന്താണ് പൊലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതിനൊക്കെ വേണ്ടി ഇയാൾ പറയുന്ന തന്റെ ചോദ്യം ഇല്ല. അല്ല, നേരത്തെ മൈത്രേയൻ പറഞ്ഞതാണ്. തന്റെ അജണ്ട എന്താ? അതായത് അജണ്ട എന്താ? ഞാൻ ആ ചോദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. തന്റെ അജണ്ട പറ. അതാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. മൈത്രേയൻ പറഞ്ഞു ഇങ്ങനെ എങ്കിൽ അംബാനിയെ പറിച്ച ഒരു സ്റ്റേറ്റ്മെന്റ് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചോദിച്ചത്. എങ്ങനെയെങ്കിൽ ഒരു 15 വർഷത്തോളം ഒരാളോട് മാത്രം ഇഷ്ടവും പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ വേറെ ആളുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാതിരുന്നത് പണമില്ലാതിരുന്നുകൊണ്ടോ അതോ ജയശ്രീയുമായിട്ടുള്ള ഇഷ്ടം മാത്രം ആയിരുന്നതുകൊണ്ടോ? രണ്ടുമല്ല ചോദ്യം. രണ്ടുമല്ല, കുഞ്ഞിനെ വളർത്തുന്ന ഉത്തരവാദിത്തം കൊണ്ട് മാത്രമാണ്. അപ്പൊ പിന്നെ കുഞ്ഞിനെ വളർത്തുക എന്ന് പറയുന്ന സാധനത്തിന് അങ്ങനെയെങ്കിൽ അങ്ങനെയല്ല മറ്റുള്ളവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 400 കുടുംബത്തിനെ എനിക്കറിയാം. അവിടെ ശ്വാസം മുട്ടി കിടക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ മനസ്സിലാക്കുന്ന പോലൊന്നും അല്ലത്. എന്നോട് പറയുന്നതാണ് സാറേ എന്താ സ്ത്രീകൾ ഞാൻ പറഞ്ഞ ഉത്തരം തന്നെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കാം. ഈ കുട്ടികളെ നോക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് വിട്ടാനേ. അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണെന്ന് തന്നെ പറയും. അപ്പൊ ശരിക്കും നേരത്തെ അത് സ്ത്രീകളാണ് പറയുന്നത്. അപ്പൊ നേരത്തെ ഈ അണുകുടുംബം എന്നുള്ള രീതിയിൽ അച്ഛനമ്മയും മക്കൾക്ക് വേണ്ടിയിട്ടാണ് കുടുംബമായി വരുന്നത്, ഒരു കൂട്ടുകുടുംബം. അതുകൊണ്ടാണ് മക്കളെ നമ്മുടെ ജീവൻ തുടരാനാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത്. ജീവന്റെ തുടർച്ചയെന്ന് പറഞ്ഞ മക്കളിലൂടെയാണ്. അത്രേ ഉള്ളു. അതുകൊണ്ടാണ് ഈ മക്കളെ ഉണ്ടാക്കണമെന്ന്. എന്താണ് വിശേഷമായില്ലേ എന്ന് വിവാഹം കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും. ആദ്യത്തെ ദിവസം ബലാത്സംഗം ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പണ്ട് സമ്മതിക്കത്തില്ലായിരുന്നു. ഇതിനകത്ത് രക്തം ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. അവർ തമ്മിൽ ഇണയായി ഇഷ്ടത്തോടെ ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഡേയിൽ തന്നെ ഈ ഇതിൽ രക്തം ഉണ്ടോ എന്ന് നോക്കുമായിരുന്നു. കാരണം പരിചയമില്ലാത്ത രണ്ടുപേര് ബലാത്സംഗമേ നടക്കുകയുള്ളൂ. അത് ചെയ്യാൻ ബാധ്യത ഉണ്ടായിരുന്ന കുടുംബങ്ങളായിരുന്നു ഇതൊക്കെ. ഇതൊന്നുമല്ല നമ്മൾ ഈ പറയുന്നത്. മനുഷ്യർ തമ്മിൽ ഇഷ്ടത്തോടെ പെരുമാറുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്ന സാധനത്തിനോടൊപ്പം തന്നെയാണ് ഇഷ്ടവും. ആ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അവസാനം അത് ചെയ്യാൻ പറ്റാതാവും. അതുകൊണ്ടാണ് ജീവിതത്തിനകത്തേക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്ന കുടുംബങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ സാധനം അത് ഈ ഉണ്ടായ കുട്ടിയെ ഉപേക്ഷിച്ചുകൊണ്ടല്ല, കുട്ടിയെ വളർത്തുന്നതിന് തടസ്സമാകരുത്. അതുകൊണ്ടാണ് ഉത്തരവാദിത്തോടെ അത് ചെയ്ത് കാണിച്ചത്. ശരിക്കും ഒരു തരത്തിൽ അത് ഒരു ലിവിംഗ് ടൂതർ ആയിരുന്നെങ്കിൽ പോലും അതൊരു അണുകുടുംബം പോലെ തന്നെയായിരുന്നില്ല. അത് പറഞ്ഞിട്ട് വേണമല്ലോ ഇയാൾക്ക് സാധനം മേടി വെക്കാൻ. പോടോ, മകൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഞാൻ പറഞ്ഞില്ലേ തന്റെ ഈ ഇതുപോലെ ഇതാണ് അജണ്ട എന്ന് പറയുന്നത്. ഈ അജണ്ട ലിവിംഗ് ടുഗദറും മറ്റേതും ഒക്കെ ഒരുപോലല്ല. സ്വന്തം ഉത്തരവാദിത്തമുള്ള ആൾക്കാരെ താൻ കണ്ടിട്ടില്ല. താനൊരു അടിമയാ. അതുകൊണ്ടാണ് താൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തന്റെ അടിമത്തത്തിന് ന്യായം എന്നെ കൊണ്ട് പറയിപ്പിക്കാനാണ് നീ നോക്കുന്നത്. നടക്കത്തിലിടൂ. അവിടെയാണ് സ്വന്തം ഒരേ പണി ചെയ്യുന്നതാണ്. ഒരു കൃഷിക്കാരനും കാർഷിക തൊഴിലാളിയും ഒരേ പണിയാ ചെയ്യുന്നത്. പക്ഷെ ഒരാൾക്ക് തെങ്ങിന്റെ മണ്ടയിൽ ഉണ്ടാകുന്ന തേങ്ങ അയാടേതായി മാറും, മറ്റവൻ അത് കിട്ടത്തില്ല. താനൊരു കർഷക തൊഴിലാളിയാണ്.
തൻ്റെ ജീവിതത്തിനകത്ത് അടിമത്തമാണ്. അത് ഞങ്ങൾ രണ്ടുപേരും ഒരേ പണി ചെയ്യുന്നെന്ന് തെറ്റിദ്ധരിക്കരുത്. ഒരാൾ അയാളുടെ സ്വന്തം പണി ചെയ്യുന്നു, മറ്റേ ആൾ വല്ലവരും പറയുന്ന പണി ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അത്ര മനസ്സിലായോ? പറഞ്ഞ രണ്ട് തട്ടിലാണെന്നുണ്ടെങ്കിലും വരുന്നൊക്കെ 2 കുപ്പിയിലെ വെള്ളമാണ്. വെള്ളം തന്നെയാണ്. അല്ലെ, വെള്ളം കുപ്പിയിലായിട്ട് മിനറൽ വാട്ടർ ആണ്. മറ്റേത് അവിടെ നിന്ന് കാനേന്ന് കോരിയതാ. അതായത് നിന്ന് വന്നതാണെന്നുണ്ടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇതിൽ തന്നെ പറയുന്ന മുമ്പാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ലഹരി. ഞാൻ ഈ പറഞ്ഞ വിഷയം ഞാൻ ഇനി എത്ര പരത്തിയാലും അതിന്റെ അറ്റം കരിഞ്ഞു പോത്തേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ, മൈത്രൻ ഓൾറെഡി വിചാരിക്കുന്നു ആ ഉത്തരം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആണെന്ന് അയാൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതായത് കർഷക തൊഴിലാളി ആയിരിക്കുന്നവന് പണി ചെയ്ത് കൂലി മേടിച്ച് പോകുന്നവനും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ തമ്മിൽ രണ്ടാളും ഒരേപോലെയാണെന്നല്ല പറയുന്നത്. ഈ ലോകത്ത് ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും കാര്യമാണ് താൻ റെപ്രസെന്റ് ചെയ്യുക. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈത്രൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നതും പ്രതിപാദിക്കുന്ന വിഷയവും മൈത്രൻ ആരെ ആക്ഷേപിച്ച് പറയുന്നോ ആള് ചെയ്യുന്ന പ്രവൃത്തി തമ്മിൽ ഒന്നാണെന്നാണ്. ഒരാണ്, പക്ഷെ ഫലം രണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ധനമാണ് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ബന്ധങ്ങളിലേക്ക് കണക്കാക്കാൻ പ്രേരണമാക്കുന്നെങ്കിൽ മാനദണ്ഡമെങ്കിൽ പറയാൻ പറ്റില്ല. അതായത് ആ വിഷയം മൈത്രൻ ഉത്തരവില്ലാന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ്. ഇപ്പൊ പലപ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും ഈ മയക്കുമരുന്നിലെ ഇപ്പൊ കുറച്ചും കൂടി അടുത്ത കാലത്ത് കൂടുതലായിട്ട് വിഷയങ്ങളിലും വാർത്തകളിലും വന്ന കാര്യങ്ങൾ MDMA കഞ്ചാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടും കൂടി അതിൽ പെടുന്നതല്ല ശരിക്കും വിഷയങ്ങളിൽ ഭയങ്കരമായിട്ട് പ്രതിപാദിക്കേണ്ടതൊന്നും കൂടിയല്ല ശരിക്കും ഈ മദ്യനയം കൂടി. ശരിക്കും ആ മദ്യം കൂടി അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ അത്ര ഗൗരവമായ ഒരു വിഷയത്തിനെ കണക്കാക്കേണ്ടതില്ലേ? അതേ മദ്യത്ത് തന്നെ ശരിക്കും ഗവൺമെന്റിന്റെ കീഴിൽ ഇത്രയും ഔട്ട്ലെറ്റുകൾ കൊടുക്കുമ്പോൾ അത് ശരിക്കും ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്താ പക്ഷം ഇത് എന്തു ഈ ശരി, ഇയാൾ ഈ ശരി എന്നൊക്കെ പറയുന്നത് എത്രയോ നാളായിട്ട് മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. ആ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നിരോധിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നത്തിനെ പറ്റിയാണ് പറയുന്നത്. ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ്? നിരോധനത്തിന്റെ യുക്തികൾ എന്ന് പറയുന്നത് മറ്റുള്ളവരെ പറ്റി കൺസിഡർ ചെയ്യാതെ ഞങ്ങൾ നിങ്ങളെ നന്നാക്കും എന്ന് പറയുന്ന രാജാക്കന്മാരുടെ നിലപാടാണ് നിരോധനം. പക്ഷെ മദ്യത്തിനോട് നിരോധനം ഇല്ലല്ലോ. മദ്യത്തിന് അത് തന്നെയാണ്. വേറെ പിന്നെ എന്ത് ചർച്ചയാണല്ല മദ്യത്തിനോട് നിരോധനം. ഇയാള് മദ്യത്തിനോട് ഇതില്ല എന്ന് പറയുമ്പോ മദ്യം മയക്കുമരുന്നാണെന്ന് അറിയണം. ആണ് അല്ലെ? ആണ്, അതെനിക്കറിയാവുന്നതാണ്. അപ്പൊ മദ്യം ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഈ മദ്യം ഇപ്പൊ MDMA കേസിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ശരിക്കും ഇത് നിരോധിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതോടും കൂടിയാണ് ശരിക്കും ഇത് ഒളിഞ്ഞും മറിഞ്ഞും സംഭവിക്കുന്നത്. ഇത് പരസ്യമായിട്ട് ഇത് ലീഗലി മദ്യം കൊടുത്തിട്ട് വരെ ശരിക്കും ഈ കുറവല്ലല്ലോ സംഭവിക്കുന്നത്. എന്താണ് ഇപ്പൊ പ്രശ്നം? ഇയാളുടെ നാട്ടിൽ എന്താണ് ഇപ്പൊ ഇവിടുത്തെ ഈ ആളിന് ഇവിടെ ലോകത്തെ മയക്കുമരുന്ന് ഞാൻ അഡിക്റ്റീവ് ആകുന്ന സാധനങ്ങളിനകത്ത് ഉണ്ടാകുന്നതാണ് മദ്യവും സിഗരറ്റും നിക്കോട്ടിനും. ഇത് രണ്ടും നിയന്ത്രിതമായി കൊടുക്കുന്നുണ്ടല്ലോ. ഇവിടെ നിയന്ത്രിതമായിട്ട് അത് പറയത്തില്ല, അത് സംഭവിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞത് അതിന് നിയന്ത്രണം സംഭവിക്കുന്നില്ല. വിൽപ്പനകള് നിന്നുള്ള രീതിയിലേക്ക് അതിൽ കൂടുതലാ ചേരുന്നത്. ഈ ചെയ്യുന്ന സകല സാധനവും ഇവിടെ ഈ നീക്കുന്നത്. ഇയാൾ ഇവിടുത്തെ 800 കോടി ജനം ഉണ്ടായെന്നറിയാവോ ഈ കഴിഞ്ഞ 100 വർഷത്തിനകത്ത്? എല്ലാവരുടെയും എന്താണ് ജീവിതം നീണ്ടു പോയെന്ന് അറിയാവോ? 1947 32 വയസ്സായിരുന്നു ഈ ഇന്ത്യക്കാരുടേത്. ഇന്ന് 70. ഇയാൾ ഈ പറയുന്ന ഒന്നും കണക്ക് പ്രകാരം ശരിയല്ല, തെറ്റാണ്. അത്ര അറിയണം. 200 കോടി ജനമേ ലോകത്തുണ്ടായിരുന്നുള്ളൂ 1924. ഇന്നോ 800 കോടി ജനമുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഒരു സാധനവും ശരിയല്ല. അതുകൊണ്ടാണ് അത് പറയുന്നത്. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇത്രയധികം മനുഷ്യർ ഇത്രയധികം നന്നായി ജീവിക്കുന്ന, ഇത്രയധികം സുഖസൗകര്യത്തോടെ കഴിഞ്ഞിട്ടുള്ള ഒരു കാലം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഇതെല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥയുടെ തുമ്പത്താണ് താൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുകൾ മദ്യം കഴിച്ച് റോഡ് നീളെ കിടക്കുന്നത് മലയാളികളുടെ വീടുകളിൽ മദ്യം ഉപയോഗിക്കാൻ കഴിക്കാത്തതുകൊണ്ടാ. ഇയാൾ വിചാരിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നത് മലയാളികളാണെന്ന്? യൂറോപ്പിലെ സകല വീട്ടിലും മദ്യമുണ്ട്. അവിടെ ആരും റോഡിൽ കിടക്കത്തില്ല. കാരണം അവിടെ ആന്തരികമായ നിയന്ത്രണമുണ്ട്. കുടിച്ച കുപ്പി അടച്ചു വെക്കാൻ പറ്റും. ഇത് മേടിച്ച കുപ്പി പൊട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മുഴുവൻ കുടിച്ച് തീർക്കേണ്ടി വരും. വീട്ടിൽ മദ്യപിക്കുന്ന എത്ര പേരുണ്ട്? അപ്പൊ അത് പറയാൻ തുടങ്ങി. വീട്ടിൽ മദ്യപിക്കുന്നത് പുരുഷന്മാരാണോ? അത് തന്നെയാണ്. അത് തന്നെയാണ്. ഇതാണ് ഇങ്ങനെ പറയാതെ പിന്നെ
തന്നെ ഈ പറയുന്ന കേരളത്തിനകത്ത് മദ്യത്തിന്റെ എന്തെങ്കിലും കണക്കറിഞ്ഞിട്ടാണോ ഈ മിണ്ടുന്നേ? ഏകദേശം നേരത്തെ പറഞ്ഞ ഇയാൾ ഈ രീതിയിൽ ഞാൻ കണക്കിലേക്ക് തന്നെ വരാം. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ MD കേസിലെ നിരോധി എന്ന് പറഞ്ഞ പോലെ ഈ മദ്യനയത്തിൽ അങ്ങനെ വല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് സംസാരിപ്പിക്കാണ്ട്, അല്ലാതെ വെറുതെ എന്നെ കൊണ്ട് എന്നെ ഈ അലപ്പിക്കാതെ നിയന്ത്രിക്കാമായിരുന്നെങ്കിൽ ഏകദേശം 2020 ഏകദേശം 13,000 കോടി സംഭവിച്ചത് ഇന്ന് 2024 വരുമ്പോൾ 19,000 കോടിയോളാണ് ബീവറേജ് കേസിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 6,000 കോടിയുടെ വർധന വരുന്നത് എങ്ങനെയാ? ഈ നിരോധിതമായിട്ട് സംഭവിക്കുന്ന നിർത്തി. യൂസ്ലെസ് ആയിട്ട് മിണ്ടാൻ എനിക്ക് വയ്യ. ഞാൻ എന്താണ് യൂസ്ലെസ് ആണോ എനിക്ക് വയ്യ. ഞാൻ ചോദിച്ച ചോദ്യം എന്താണ്? വിട്ട് തനിക്ക് ഒരു കണക്ക് പറഞ്ഞൂടാ. 6,000 കോടിയുടെ വർധനമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്തോ ഈ പറയുന്നേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്റ്റേറ്റ്മെന്റില് MDMA കഞ്ചാവാണെന്നുണ്ടെങ്കിൽ പോലും അത്രത്തില് നിരോധിക്കാതെ ഇവിടെ ലീഗിൽ കൊടുക്കണം ആർക്ക് കൊടുക്കണമെന്ന് ആര് പറഞ്ഞ് കൊടുക്കണമെന്ന്? പിന്നെ എന്തിനാണ് നിയന്ത്രണങ്ങൾ വരുത്തണമെന്നായി പറയുന്നത്? നിരോധിക്കരുതെന്നാ പറയുന്നത്. ഈ കൊടുക്കാനല്ല, ഞാൻ പറഞ്ഞിട്ടില്ല കൊടുക്കാൻ. പിന്നെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത് നിയന്ത്രിക്കാന്ന് പറഞ്ഞ ഈ നിരോധിക്കണം എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ ബന്ധം എന്താണ്? അതൊരു സാധനത്തിന്റെ ലഭ്യത ഞാൻ വിട്ട് ഞാൻ പറയുന്ന കാര്യമായി ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും തമ്മിൽ രണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇയാളുടെ വിവരമെല്ലാം ഇതിനകത്തൂടെ പറഞ്ഞു. ഇവിടെ ക്യാമറ ഇരിപ്പുണ്ടല്ലോ, അതിനകത്തേക്ക് നോക്കി തന്റെ അറിവെല്ലാം അതിനകത്തേക്ക് പറഞ്ഞ് നാട്ടുകാർക്കൊക്കെ ഉത്ബോധനം ചെയ്യും. വെറുതെ എന്നെ കൊണ്ട് മിണ്ടിക്കാതെ, എന്നെ കൊണ്ട് മിണ്ടിക്കാതെ. എനിക്ക് ഒരു പേടിയില്ല, ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. തനിക്ക് എന്നെക്കാളും വിവരം ഈ കാര്യത്തിലെല്ലാം ഉണ്ടല്ലോ. അത് ഈ ക്യാമറയിലോട്ട് നോക്കി പറഞ്ഞോ, ഞാൻ ഇട്ടിരുന്നോളാം. കഴിഞ്ഞ് ഇനി ഞാൻ എണ്ണിട്ട് പോകുന്നിടത്ത് എത്തിക്കരുത്. അത് ചെയ്യുന്നതിന് പകരം തനിക്ക് അറിവുണ്ടല്ലോ, പറഞ്ഞു. താൻ പറഞ്ഞോ, ഇതിനകത്ത് പറഞ്ഞു തനിക്കുള്ള അറിവുകളെല്ലാം അതിനകത്തോട്ട് പറ. ഓൾറെഡി ഞാൻ മൈത്രനോട് ചോദിച്ച എന്നോട് ചോദിക്കണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇവിടുന്ന് എണ്ണിട്ട് പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയണം, ഇയാളുടെ അറിവുകളെല്ലാം പറ. അല്ല, എന്റെ ചോദ്യം കേൾക്കല്ലേ? ഞാൻ നാട്ടുകാരോട് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ. മൈത്രയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ അത് നിരോധിക്കുകയല്ല വേണ്ടത്, നിയന്ത്രിതമായിട്ട് കൊടുക്കുകയാണ് വേണ്ടതെന്ന്. അത്തരത്തിലെങ്കിൽ സർക്കാർ ചെയ്യുന്നത് മദ്യത്തിന്റെ കാര്യത്തിൽ ഇവിടെ നിരോധിക്കുകയല്ല ചെയ്തത്. ഇത്തരത്തിൽ നിരോധിതമായി, അതായത് നിയന്ത്രിക്കുന്നതിന്റെ ഫലമായിട്ട് കൂടിയാണ് ഭയങ്കരമായിട്ട് പുറത്ത് കടകളിലൊന്നും കിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എന്തിനാണ് ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞിട്ട് ഇത് വിറ്റഴിക്കാതിരിക്കുകയോ വാങ്ങാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇത്ര നിരോധിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര നിയന്ത്രിതമായിട്ട് പോയിട്ടും അതിന്റെ നിയന്ത്രിതം വരുന്നത് ആ 4 വർഷത്തിനടക്ക് വരുന്ന 6,000 കോടിയോളം ഏറെയാണ് അതിന്റെ വിൽപ്പന വരുന്നത്. അത് മാത്രമാണ് എന്റെ ചോദ്യം. ഇവിടെ അതുകൊണ്ടാണ് ചോദിച്ചത്. അതാണ് തന്നെ നിലപാട്. അത് പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ കേട്ടോണ്ടിരിക്കുന്നവർക്കല്ല. നിങ്ങൾ അതെല്ലാം അനുസരിച്ചിട്ട് മദ്യം കഴിക്കാതെയും രഹസ്യമായിട്ട് കഴിച്ച് ചത്തോ. അതിൽ മറുപടി അതാണോ? ആ മറുപടി അതാ. കാരണം ഭയങ്കര ആ തരത്തിൽ ഈ വിഷയമൊക്കെ നല്ലോണം അറിയുന്ന ആളല്ലേ. അതുകൊണ്ട് പിന്നെ അത് പറഞ്ഞ് നാട്ടുകാരെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുമ്പോൾ വളരെ വിശദമായി പറയാറുണ്ട്. അത് ഇങ്ങനെ ഈ ഉടക്ക് പറഞ്ഞ് അത് അങ്ങനെ കഴിഞ്ഞാലോ, അത് കഴിഞ്ഞു. ഇനി ഒരു പ്രയത്നവും ഇല്ല. വേറെ ആളെ വിളിച്ചിരുത്ത്. വേറെ ആളെ വിളിച്ചിരുത്ത്